ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്നാക്സ് റെസിപ്പി ഉണ്ട്, നല്ല എളുപ്പത്തിലുള്ള സ്നാക്സ് റെസിപ്പിയും അതുപോലെ തന്നെ ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അത് മറന്നു പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഒരു ഉച്ച സമയത്താണ് കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ച് സ്നാക്സിനുള്ള ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്നാക്സ് ഉണ്ടാക്കൽ നമുക്ക് അങ്ങനെ അങ്ങ് പതിവില്ല കേട്ടോ, വല്ലപ്പോഴും ഉണ്ടാക്കാറ്. ഇന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അബ്ബാസ് ഇല്ലേ, അപ്പോൾ അവന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് വന്നാൽ എന്തായാലും എൻ്റെ വീട്ടിൽ വരലുണ്ട് കേട്ടോ. ഒരു തവണ എന്തായാലും ഒന്ന് പോകുന്നതിന് മുമ്പ് അവനും വൈഫും വരലുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. എൻ്റെ കൂടെ പഠിച്ച ആളാണ്, എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളാണ് ഓൻ്റെ വൈഫ്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അവർ രണ്ടാളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ തൊട്ടടുത്ത ദിവസം എനിക്ക് കുറച്ച് വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, നീ ഇന്ന് തന്നെ പോരുമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പെട്ടെന്ന് ഇന്നത്തേക്ക് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം റഫീഖാനോട് പഴം കൊണ്ടുത്തരാൻ വേണ്ടി പറഞ്ഞ് എഗ്ഗ് പിന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ഒപ്പിച്ച് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കലാണ്. അപ്പോൾ ഉപ്പാൻ്റെ അനിയൻ്റെ മോള് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു മധുരത്തിൻ്റെ ഡിഷും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മധുരത്തിൻ്റെ ഒന്നും പിന്നെ ഒരു സ്പൈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ളതും ആണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ആദ്യം തന്നെ അതാ പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാനൊന്ന് ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കുക്കാക്കണം. ബ്രെഡ്, എഗ്ഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യാക്കിയിട്ട് നമുക്ക് ക്യാരറ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. പാന് ചൂടാകുന്ന സമയത്ത് നമുക്കിവിടെ ഒന്ന് ബാക്കിയുള്ള ഐറ്റംസ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇതാ പാന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. നെയ്യ് ഒഴിച്ചാൽ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം, ഓയിൽ വേണമെങ്കിൽ എടുക്കാം, ഒന്നും കുഴപ്പമില്ല. ബട്ടർ അങ്ങനത്തെ എല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റ് ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം. കുക്കാക്കി അങ്ങനെ ഭയങ്കര കുക്കൊന്നുമല്ല, ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കത് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 എഗ്ഗാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എത്ര അളവ് വേണമെങ്കിലും കൂട്ടിയെടുക്കുക. അതിനനുസരിച്ച് എഗ്ഗും സാധനങ്ങളും കൂട്ടിയെടുത്താൽ മതി കേട്ടോ. കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ 3 എഗ്ഗിൽ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ 4 എഗ്ഗ് പൊട്ടിച്ച് വെച്ച്, പക്ഷേ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി. എഗ്ഗ് ചെറുതുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് ലൂസാകൂലേ ആ എഗ്ഗ്, ആ ഒരു രീതിയിലൊന്ന് ലൂസാക്കി എടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 എഗ്ഗിന് നിങ്ങൾക്ക് 5 എഗ്ഗ് എടുക്കുകയാണെങ്കിൽ 5 ടീസ്പൂൺ പഞ്ചസാര വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്തു. ക്യാരറ്റിലേക്കും ചേർത്തിട്ടുണ്ട്. പിന്നെ പഴം എല്ലാം ചേർക്കുന്നതല്ലേ, അപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ. 5 വരെ ചേർക്കാം കേട്ടോ. കുറച്ച് 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തൊന്ന് ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ഒരു സ്പൂണോ ഒരു ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു പഞ്ചസാര നമ്മൾ ചേർത്ത പഞ്ചസാരയില്ലേ, അതൊന്ന് മെൽറ്റായി കിട്ടുക, അത്രേ വേണ്ടൂ. ഇനി ഇതിലേക്ക് നമുക്ക്
കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ക്യാരറ്റ് ഇതാ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. സെയിം പാനിൽ നമുക്ക് നമ്മളെ പഴമില്ലേ, പഴം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക, ചെറുതായിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്, ഞാൻ പറഞ്ഞല്ലോ നെയ്യൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്, എത്ര വേണ്ട അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം തന്നെ, അധികമല്ല കുറച്ച് ഒഴിച്ചു കൊടുത്തോ, അവർ കഴിക്കുമല്ലോ. അപ്പോൾ ഞാൻ ചൂടായി വന്നപ്പോൾ നമ്മൾ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ റോസ്റ്റാക്കി എടുക്കുന്ന പോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴം അടിക്ക് പിടിക്കുകയില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും, പെട്ടെന്ന് തന്നെ ഇങ്ങനെ റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ റെഡിയായി വരട്ടെ. ആ ഒരു സമയത്ത് ഇതാ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഇതില്ലേ ഈ ഏലക്കപ്പൊടിയില്ലേ, ഞാൻ കഴിഞ്ഞ റമദാനല്ല അതിൻ്റെ മുമ്പത്തെ റമദാന് പൊടിച്ച് വെച്ചിട്ടുള്ളതാട്ടോ. ഇത് ഏലക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തു, അതായത് തൊലി അടക്കം, എന്നിട്ട് പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് കുപ്പിയിലിട്ട് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും പോകില്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി, കട്ട പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. കുറേ നാൾ നമുക്കിരിക്കും. നമ്മൾ അപ്പം പിടിച്ചിട്ട് ഏലക്ക ചതച്ചെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ അത്. ഈ ഏലക്ക ചതക്കാൻ പോകല് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വേസ്റ്റേജ് ഉണ്ടാവില്ല, എന്നാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ, പുറത്ത് മസാലക്കുപ്പികളൊക്കെ വെക്കുന്നതിൻ്റെ കൂടെ റാക്കിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ എഗ്ഗ് ഞാൻ മിക്സ് ചെയ്തതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തു, പഴവും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ കായ്പോളം ഉണ്ടാക്കില്ലേ അതിൻ്റെ വേറൊരു ഭാഗം ഞാൻ മക്രോണി ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സേമിയ ചേർക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് പഴം മാത്രം വേണമെങ്കിൽ ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രം വേണമെങ്കിൽ ഇട്ടിട്ട് ചെയ്യുക. ഞാനിപ്പോൾ രണ്ടും പകുതി എടുത്തിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. 2 പഴം എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 മീഡിയം സൈസ് ക്യാരറ്റും എടുത്തു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പഴം ഉപയോഗിച്ച് മാത്രം ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 4 മീഡിയം സൈസ് ക്യാരറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യുക, രണ്ടാണെങ്കിൽ ചെയ്യാം. എനിക്ക് രണ്ടിൻ്റെയും ടേസ്റ്റ് വരുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ആ പഴത്തിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ മിക്സാക്കി ചെയ്യുമ്പോൾ എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെടലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതൊഴിച്ച് വേവിച്ചെടുക്കാനുള്ളൊരു പാൻ അത് വെച്ച് കൊടുത്തു. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 5-6 കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അത് ആവശ്യമില്ല കേട്ടോ, ആർഭാടാണ്, നമുക്ക് മുകളിലൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കയ്യിലുണ്ടെങ്കിൽ ചെയ്തെടുത്തോ, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും, അത്ര തന്നെ. അപ്പോൾ ഇതാ ചൂടായ പാനിലേക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. പതുക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് നിരത്തി കൊടുക്കുക, അല്ല ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ, ചെറുതായിട്ടൊന്ന്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കുക്കായിട്ട് വരും കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറച്ചുകൂടെ സമയം വേണ്ടി വരും, കുറഞ്ഞാൽ അത്രയും നേരത്തെ ആയി കിട്ടും. അങ്ങനെ ഞാൻ അടച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയൊരു പാന് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒഴിച്ച് വെച്ച പാന് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് മുകൾ ഭാഗം ചെറുതായിട്ടായി വരുമ്പോൾ ഞാനൊരു നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇതായി വരുമ്പോൾ അങ്ങ് ഇട്ട് കൊടുത്തേക്ക്. ഇതിപ്പോൾ ഇത് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഫുൾ വേവാത്തതുകൊണ്ട് അതവിടെ നിന്നോളും. ഞാൻ വേറെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അതിൻ്റെ ഇടയ്ക്കൊരു ക്ലീനിങ് പരിപാടിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് അവർ വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഷോപ്പിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പണിയും കൂടെ തീർക്കേണ്ട കാര്യമുണ്ട് കേട്ടോ, ക്ലീനിങ്ങും കൂടെ തീർക്കേണ്ട കാര്യമുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എന്തിനാന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഇനി അത് അവിടെ കുക്കാവട്ടെ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ സ്നാക്സിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാനൊരു 3 എഗ്ഗ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പുഴുങ്ങിയാൽ പോരാ, നന്നായിട്ട് വെന്ത് കിട്ടുന്ന രീതിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന അതിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവം ഇല്ലെങ്കിൽ ചെറുതായിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കുമല്ലേ, ആ രീതിയിൽ അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയായി, അത്രയേ ഉള്ളൂ, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ 3 എഗ്ഗും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ്, കുട്ടികൾക്ക് സ്നാക്സ് കാര്യങ്ങൾ വൈകുന്നേരം വരുമ്പോൾ സ്നാക്സ് കാര്യങ്ങൾ അവരുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തയക്കാൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇനി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഐറ്റംസൊക്കെ
അപ്പോൾ ഇത് നിങ്ങൾക്ക് വൈകുന്നേരം അവർ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നല്ല ഈസിയാണ്. പിന്നെ എഗ്ഗൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. എന്താണെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ ഞാൻ 3 എഗ്ഗും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഭയങ്കര എളുപ്പമാട്ടോ, ഭയങ്കര കുക്കിങ്ങും പ്രോസസ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും എൻ്റെത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെയിം പാനിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം പുറഭാഗം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാനിനെ നമ്മൾ കൈ പിടിക്കൂലേ, അവിടെ ഇങ്ങനെ ആ ഒരു അതുതന്നെയാണ് കേട്ടോ, എന്താ പറയുക, നോൺ സ്റ്റിക്കിൻ്റെ ആ ഭാഗം തന്നെയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കാൻ പോവും. പക്ഷേ അപ്പോഴാണ് ഓർക്കുക അത് പിടിക്കുന്ന സംഭവം എടുത്തിട്ടില്ലല്ലോ എന്ന് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ പറ്റലുണ്ടേ. പിന്നെ ഇതാ ഈ ഒരു സംഭവം വെച്ചിട്ട് അതങ്ങ് പിടിക്കുകയാണ് ചെയ്യാം. അത് എവിടെ നിന്നാന്ന് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ. ഈ ഒരു പാൻ ഇതിൻ്റെ 3 പോട്ടുകളുണ്ട്, ഒരുപോലത്തെ, വലുത് ചെറുത്, അതിൻ്റെ ചെറുത്, അങ്ങനെ. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിയതല്ല. ഈ 3 പാനും ആ ഒരു ക്ലോത്തിൻ്റെ സംഭവം തന്നെയാണ് കേട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം എന്തായാലും. അത് നഷ്ടപ്പെടാതെ നോക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പോള അവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ എഗ്ഗിൽ ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഒരു 1/4 കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളീൻ്റെ അല്ലെങ്കിൽ വലിയ തക്കാളീൻ്റെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളെ പോള നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടേ. ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് കുറഞ്ഞു പോകണ്ട. ഞാനൊരു ലിക്വിഡ് ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ആ ഒരു ബാറ്റർ ആ ഒരു രീതിയിൽ ആയിരിക്കണം, ടൈറ്റ് ആവരുത് കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ കുറച്ചൊരു ഹാർഡായി പോകും. അത് ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരുന്നു, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അളവ് കുറച്ചിട്ടുണ്ടേ, കാരണം അബ്ബാസിന് എരിവ് ഒട്ടും വേണ്ട, അവന് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കും. എനിക്ക് എഗ്ഗിൽ ചെറിയൊരു സ്പൈസി, ഒരുപാടല്ലെങ്കിലും ചെറുതായിട്ട് വേണം. പിന്നെ കുറച്ച് മയണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ മയണൈസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എഗ്ഗ് പുഴുങ്ങിയിട്ട് അത് വെച്ചുണ്ടാക്കുന്ന ഓയിലൊന്നും ചേർക്കാത്ത മയണൈസ് അല്ലേ, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും നിങ്ങളിഷ്ടമാണ് കേട്ടോ. എത്രയാണോ നിങ്ങൾക്ക് അളവ് വേണ്ടത് മയണൈസിൻ്റെ അത്രയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ലൂസായിട്ട് പോകരുത്. കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കിയത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചൊന്നിങ്ങനെ കിട്ടുന്ന ഭാഗത്തിന് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ മയണൈസിൽ ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. മയണൈസ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സിനും നല്ല ടേസ്റ്റ് വരിക. ഇനി ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ. ബ്രെഡ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവി കയറ്റുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ സെക്കൻഡുകൾ മാത്രം വെച്ച് കൊടുത്താൽ മതി, അടച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ. സെക്കൻഡുകൾ മാത്രം ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഒരു 2-3 ബ്രെഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുമിച്ച് തന്നെ 3 ബ്രെഡും എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ റോളർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം ഇതുപോലെ. അത് നമ്മൾ ഡയറക്റ്റ് ആവിയിൽ വെക്കാതെ ചെയ്താൽ ചിലപ്പം ബ്രെഡ് പൊട്ടിപ്പോവും, ചില ബ്രെഡ് പൊടിഞ്ഞു പോവും, പൊട്ടിപ്പോവും, നമുക്ക് ഇങ്ങനെ മടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ മിനിറ്റൊന്നും വെക്കരുത് കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ഒരു സെക്കൻഡുകൾ മാത്രം ഒന്ന് വെക്കുക. അപ്പം തന്നെ ഇങ്ങനെ ഒരു 2-3 വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുക. എന്നിട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം അടുത്തത് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആവിക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വേഗം പരിപാടി തീരും. ഇനി നിങ്ങൾക്ക് എത്രയാണോ മിക്സ് കഴിക്കാൻ ഇഷ്ടമുള്ളത് അത്രയും ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇത് നമുക്ക് ഓയിലൊന്നും യൂസ് ചെയ്യാതെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക, കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടുക, സ്നാക്സ് ആയിട്ട് അവർക്ക് വൈകുന്നേരം കൊടുക്കുക. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എഗ്ഗൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റം അല്ലേ, എഗ്ഗ്, ഉള്ളി, തക്കാളി, ബ്രെഡ്, അങ്ങനത്തതൊക്കെ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു കോണിലേക്ക് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക, അത്രയുള്ള. ഒരുപാട് ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കണ്ട, കാര്യം ബ്രെഡല്ലേ അതിലിങ്ങനെ കവറാവാതെ പോണ്ട. അപ്പോൾ ഒരു പാകത്തിന് വെച്ച് കൊടുക്കാം. ഞാൻ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ടേ.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മസാലക്കൂട്ടിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പൈസി വേണമെങ്കിൽ പച്ചമുളക് കുറച്ചുകൂടെ കൂട്ടിയിടാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് കുറച്ചുകൂടെ കൂട്ടിയിടാം, പെപ്പർ കുറച്ചുകൂടെ കൂട്ടിയിടാം. അങ്ങനെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. പിന്നെ അറിയാമല്ലോ മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ വിനാഗിരിയൊക്കെ ചേർക്കുക, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കുക. അപ്പോൾ മയണൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ ഇതാ നമ്മളെ എല്ലാ സ്നാക്സും ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് അതുകൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം നല്ലോണം മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട്, അതായത് ഓയിലിട്ടൊന്നും ഫ്രൈ ആക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അവർ വന്നിട്ടേ ഫ്രൈ ചെയ്യുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നതാണ്. പോള പിന്നെ ഞാൻ നേരത്തെ റെഡിയാക്കി കാസറോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ സമയമുണ്ടെങ്കിൽ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഒരു മാംഗോ ഡിലൈറ്റ്. അപ്പോൾ ഞാൻ അവർ വരുന്നതിന് മുമ്പ് കുറച്ച് സമയം കൂടെ കിട്ടിയപ്പോൾ വേഗം ഒന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, പെട്ടെന്ന് ചെയ്തതുകൊണ്ട് റെസിപ്പിയൊക്കെ എടുക്കാൻ വേണ്ടി നിന്നാൽ എനിക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. അതുകൊണ്ട് അതിന് നിന്നിട്ടില്ല, സോറി. ഇൻഷാ അല്ലാ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇൻഷാ അല്ലാ ഞാനിത് നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പായിട്ട്, നമ്മൾ വരുന്ന പെരുന്നാളിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്കിത് ഞാൻ ചെയ്ത് കാണിക്കോട്ടെ. എന്തായാലും അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് ഇതിന് വീട്ടിൽ സ്റ്റാറാവാൻ പറ്റിയിട്ടുള്ള, ഗസ്റ്റിൻ്റെ മുമ്പിലും നമ്മളെ വീട്ടുകാരുടെ മുന്നിലും സ്റ്റാറാവാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് എന്തായാലും തരുവേ. പിന്നെ കുക്ക് ചെയ്യണ്ട, കുറേ ടൈം വേണ്ട, ഭയങ്കര സിമ്പിളാണ്. ഇതാണോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് റെസിപ്പി തരുമ്പോൾ നിങ്ങൾ ചോദിക്കും ഓ ഇതാണോ എന്ന് വിചാരിക്കും. അത്രയും സിമ്പിൾ റെസിപ്പിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് ആവശ്യവും ഇല്ല. ഞാനിതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു പുഡിങ്ങും ഞാൻ ഇതുവരെ കഴിച്ച, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മാംഗോ പുഡിങ്ങിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം എന്ന്, ഒരു ഡെസേർട്ട് എന്ന് പറയേണ്ടി വരും കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. മാങ്ങേൻ്റെ ഫ്ലേവറും ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു ക്രീമി ഫില്ലിങ്ങും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മാജിക് ടേസ്റ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഒരു മാജിക് ടേസ്റ്റ് നമ്മളെ വായിക്ക് തരുന്ന ഒരു ഐറ്റം. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിൻ്റെ റെസിപ്പി തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റെസിപ്പി ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഞാൻ തന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും ഇൻഷാ അല്ലാ പെരുന്നാളിൻ്റെ മുമ്പായിട്ട് എന്തായാലും ഇതിൻ്റെ റെസിപ്പി തരുന്നതാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ എല്ലാവരുടെ അടുത്തും നല്ല മാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഇതിന് വേണ്ടിയിട്ട്. എന്താ പറയുക, ഒരു ലോ കോസ്റ്റിൽ നമുക്കിത് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ശരിക്കും നമുക്ക് പുഡിങ്ങൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ട്രേയിൽ ഇത് സെറ്റാക്കാം. ഞാൻ റെസിപ്പി കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ഈസിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഐറ്റംസ് വേണ്ടേ. പിന്നെ നമ്മളെ ആളുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഈ നമ്മളെ ബൗളുണ്ടല്ലോ, ചെറിയ ബൗൾ, അതിലൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നല്ല രസമാണ് കാണാൻ. പക്ഷെ കുറച്ചുകൂടി ഈസി ആവുക നിങ്ങൾക്ക് പുഡിങ് ട്രേയിൽ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ഞാൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുഡിങ് ട്രേയിൽ തന്നെ കാണിച്ചു തരുന്നതാണേ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കഴിയുമ്പോഴും അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഇങ്ങനെ ഒരു ടേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്, അബ്ബാസിൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്വീറ്റ് വേണമെന്ന്. അതുകൊണ്ട് മധുരമായിക്കോട്ടെ, ഇനി സ്നാക്സ് ആയിട്ടാണോ മധുരമായിട്ട് വേണ്ടത്, ഇനിയിപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചിലപ്പം ഈ ഗർഭിണികൾക്ക് തണുപ്പ് കഴിക്കാൻ, അതുപോലെ തന്നെ ഇങ്ങനത്തെ മധുരമുള്ളത് കഴിക്കാനൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഇനി അതാണോ എന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ രണ്ടും സമയം ഉണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു കേട്ടോ. സമയം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഉണ്ടാക്കാം, അങ്ങനെ പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ചൂടിനൊരു കുറവില്ല, ചൂടൊക്കെ ഇപ്പോഴും ഉണ്ട്. മഴ ഇന്ന് രാവിലെ തൊട്ടേ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സൗണ്ട് എൻ്റെ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെ മാംഗോ ഡിലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതാ നല്ല ഭംഗിയല്ലേ കാണാൻ.
നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനൊന്നും നമുക്ക് ഒരുപാട് ഐറ്റംസും ഒന്നും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാണാനൊക്കെ നോക്കി നല്ല അടിപൊളിയല്ലേ. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ കേട്ടോ. അവർ വരുമ്പോഴത്തേക്കും അതൊന്ന് നന്നായിട്ട് തണുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പ് കിട്ടിക്കോളും. സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. എന്നാൽ തന്നെ നല്ല തണുപ്പ് കിട്ടിക്കോളും. അപ്പോൾ അവർ പെട്ടെന്ന് വരാനായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്കും ഫ്രീസറിൽ 10 മിനിറ്റ് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് ബാക്കി സമയം വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതില്ലേ അത് ഞാനൊരു ഇതുപോലത്തെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാട്ടോ ചെയ്തത്. അപ്പോൾ ഇതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ അവർ വന്നത്. അപ്പോൾ ഇനി ഞാൻ നമ്മളെ സ്നാക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ബാക്കി കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ചായയും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സ്നാക്സ് അങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്നാക്സ് ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ ഗീയോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു എഗ്ഗ് മിക്സ് ചെയ്തില്ലേ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട്, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചാക്കി കൊടുത്തിട്ട് ആ ഭാഗം വെച്ച് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. ഇനി ഇതില്ലെങ്കിലും എഗ്ഗ് ആക്കിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഡയറക്റ്റ് ഈ ഓയിലിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാനിത് ചെയ്യൽ നമ്മളെ ബ്രെഡ് ടോസ്റ്ററില്ലേ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോഴായിരുന്നാലും കാണാനും നല്ല രസം ഉണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ഞാനൊന്ന് ബട്ടറൊന്നിങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ അതില്ലാത്തവർക്കും ഇനിയിപ്പോൾ ഉണ്ടാക്കാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പാനിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. കുറേ ഓയിലും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് രണ്ട് ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ താഴെ റെഡിയായി വന്നപ്പോൾ ഞാനെന്താ മുകൾ ഭാഗത്ത് ആ ഒരു എഗ്ഗേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എഗ്ഗിൻ്റെ ബാക്കി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി കേട്ടോ. രണ്ട് ഭാഗം ഒന്ന് കളറാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ ഇതാ നല്ല ഗോൾഡൻ കളറായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗം കൂടെ റെഡിയാകുന്ന സമയത്ത് നമുക്ക് ഇത് പ്ലേറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കാനും ഭയങ്കര മടിയാണ് കേട്ടോ. എന്തെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ റമദാനാണെങ്കിൽ എവിടെ നിന്നാണെന്നറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുണ്ടാവില്ല. അത് ഒരു റിസ്ക്കായിട്ടോ ഒരു പണിയായിട്ടോ റമദാനിൽ നമുക്ക് തോന്നുകയില്ല കേട്ടോ. ചിലപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കാറുണ്ട് വിശന്നിരിക്കില്ലേ, അപ്പോൾ നമുക്ക് ആ പണിയൊന്നും വിഷയമില്ല. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്തൊക്കെയോ ഉണ്ടാക്കണം എന്തൊക്കെയോ കഴിക്കണം എന്നുള്ള തോന്നലായിരിക്കും. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാനും പറ്റില്ല. ഒരു സ്നാക്സൊക്കെ കഴിച്ചാലായി, ചിലപ്പോൾ 1 or 2 ചിലപ്പോൾ 1 കഴിച്ച് വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയൂലേ. അപ്പോൾ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചിരി വരും കേട്ടോ അന്നത്തെ ആലോചിച്ചിട്ട്. എന്നാൽ അടുത്ത ദിവസം ഉണ്ടാക്കാണ്ടിരിക്കുകയൊന്നുമില്ല, അടുത്ത ദിവസം അതുപോലെ തന്നെ വീണ്ടും ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു വിശപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും നമ്മൾ പിറ്റേ ദിവസം ഇൻട്രസ്റ്റോടെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അതൊരു രസമാണ്. അത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുമാണ്. എന്നെപ്പോലെ അങ്ങനെയുള്ളവരാണോ നിങ്ങളൊന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മളെ സ്നാക്സൊക്കെ റെഡിയായി. ചായയും കൂടെ ഒന്ന് റെഡിയായാൽ മതി കേട്ടോ. അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് പ്ലേറ്റ് ചെയ്യട്ടെ. കായ്പോള ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. ഒരു വ്യത്യാസം ഉണ്ടാവും രണ്ടും കൂടെ മിക്സാക്കി ചെയ്യുന്ന സമയത്ത്.
സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മളെ ചായയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നും എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മാംഗോ ഡിലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ചില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അത് എരിവ് ഇതല്ല കേട്ടോ, മധുരമല്ല. മൈനസുണ്ട്, കുറച്ച് വെജിറ്റബിൾസ്. ഞാൻ പറഞ്ഞില്ലേ ഓനധികം എരിവ് ഇഷ്ടമല്ലാന്ന്. അപ്പോൾ ഓനത് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിട്ടുണ്ട്. എരിവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എരിവ് കുറച്ച് കുറച്ചതാണ്. ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടു, അല്ല 1/4 ടീസ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വേഗം ഞാൻ അവിടെ നിർത്തിയതാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ടേസ്റ്റിലേക്കാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇടുമല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ വേഗം ഭയങ്കര എരിവ് നമുക്കും വേണ്ട, പക്ഷേ എഗ്ഗൊക്കെ ചേർത്തിട്ടുള്ളതാകുമ്പോൾ ചെറിയൊരു എവിടേക്കോ ഒരു സ്പൈസി വേണം, ഒരു ഫ്ലേവർ വേണം എന്ന് തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ആ ഒരു സ്നാക്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. മറ്റേത് പിന്നെ കൈപ്പോള ആ ഒരു ഇതിൽ പെടുന്നതല്ലേ, അതെല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഓൾറെഡി. പിന്നെ നമ്മളെ മാംഗോ ഡിലൈറ്റും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ കൂടെ ചായ കുടിക്കാൻ ഇരിക്കാത്തത് നമ്മൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് മുമ്പേ. അതുകൊണ്ടാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നത്തെ വീഡിയോൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും കൂടെ ആയപ്പോൾ ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ നന്നായിട്ട് വൈകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചായ കുടിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഞാനും വാവയും ചായ കുടിക്കാൻ നിന്നിട്ടില്ല. പിന്നെ അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ തന്നെ മനസ്സിലാവും കേട്ടോ. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ റഫീഖാക്ക് കൊടുത്തപ്പോൾ റഫീഖാക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നില്ല, ഞാൻ എന്തായാലും റെസിപ്പി തരുന്നതാണ്. അങ്ങനെ ഏതാ അവർ പോവുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ റഫീഖാൻ്റെ ചെറിയ പെങ്ങളെ റമൽത്താൻ്റെ മോള് മച്ചുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ വരുന്ന തിങ്കളാഴ്ച വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മച്ചുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് സിന്ദൂറിൽ. ഞാനും റമൽത്തയും ഏട്ടൻ്റെ 2 മക്കളും ആദ്യം കൂടെയാണ് കേട്ടോ വന്നത്. അപ്പം അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവക്ക് ഭയങ്കര ഹെവി വർക്കും കാര്യങ്ങളും ആയിട്ടുള്ളത് വേണ്ട, എന്നാൽ അത്യാവശ്യം ഒരു ഫംഗ്ഷൻ ഇടാൻ പറ്റുന്നതായിരിക്കണം, പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നതും കൂടെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മതി എന്നുള്ള നിലക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇതിലേക്ക് പോയിട്ടില്ല, എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പ് എടുക്കാൻ നമ്മൾ പോകുന്നത് നമ്മളെ ഒലീവ്സിലേക്കാണ് കേട്ടോ. സിന്ദൂറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഒലീവ്സും കൂടെ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഹീലുള്ള ചെരുപ്പാണ് കേട്ടോ നോക്കുന്നത്, അതാണ് തിരഞ്ഞു നടക്കുന്നത്. ഒലീവ്സ് അറിയാലോ, റഫീഖാൻ്റെ ഉമ്മാൻ്റെ അടുത്തിൻ്റെ മൂത്തമ്മാൻ്റെ മോൻ്റെ ഷോപ്പാണ് കേട്ടോ നമ്മൾ ആസിഖാൻ്റെ. അപ്പോൾ കുറേ പേര് ഇവിടെ വന്നിട്ട് ചെരുപ്പെടുക്കലുണ്ട്, എന്നിട്ട് എന്നെ ചോദിക്കലുണ്ട് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. ആസിഖ ഞാൻ ചെല്ലുമ്പോഴൊക്കെ പറയലുണ്ട്.
ഇനിയിപ്പോൾ ഇൻഷാല്ല പെരുന്നാളൊക്കെ ആവാൻ പോവല്ലേ. അപ്പോൾ എന്തായാലും പർച്ചേസിനൊക്കെ വരാനായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇതില്ലേ, ഇത് വേറൊരു ദിവസം ഞാൻ പോയിട്ട് നോക്കിയതാണ് കേട്ടോ. ഈ റെൻ്റൽ ഓർണമെൻറ്റ്സ് ഇല്ലേ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഇറങ്ങിയ ദിവസം സൺഡേ ആയതുകൊണ്ട് നമുക്ക് കുറേ ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ഞാൻ എടുത്തോളാം, പിന്നീട് ഞാൻ നോക്കിയിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നൊരു ദിവസം ഞാൻ പോയിട്ട് നോക്കുന്നതാണ് കേട്ടോ. ഇത് ഈ കൈൻ്റെ മുകളിൽ ഇരുന്ന സംഭവമല്ലേ, അപ്പോൾ അതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് റെഡിയാക്കിയിട്ട് പിന്നെ ഞാനിവിടുന്ന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഇല്ലേ, നമ്മളെ സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് പോയിട്ടാണ്. ഇതല്ല, കൈമലാഞ്ചിയല്ല, മറ്റേ വലിയ നെക്ലസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി. ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളെ അങ്ങ് മാറൂലേ. ആ ഒരു ബ്രൈഡൽ ലുക്ക് ശരിക്കും അങ്ങ് വരും ആ ഒരൊറ്റ സംഭവം ഇടുന്നതോട് കൂടിയിട്ട്. അത് ഇട്ട് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണ്ടോ, എല്ലാം എല്ലാം വെറൈറ്റിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ പറ്റുന്നത് നോക്കിയിട്ട് നല്ലത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്യലാണ് കേട്ടോ. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഷോപ്പ് വരുന്നത് നമ്മളെ മെസ്സോസ് റോഡില്ലേ, അതിൻ്റെ കൽപ്പറ്റ മെസ്സോസ് റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, അങ്ങോട്ടേക്ക് കയറുന്നതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഷോപ്പാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി, സാധാ കാണുന്നതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തു, സെറ്റാക്കി. അതിനുശേഷം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷവർമയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. ശരിക്കും പണ്ട് ടൗണിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചായ കുടിക്കുകയൊന്നും ചെയ്യൂല കേട്ടോ. ഡ്രസ്സ് എടുക്കാനൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്നും വെള്ളവും കുടിക്കൂല, ചായയും കുടിക്കൂല, ഇങ്ങനത്തെ ഒന്നും വാങ്ങി കഴിക്കുകയൊന്നുമില്ല. നമ്മൾ ഡ്രസ്സ് എടുത്ത് ടയർഡായി തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തലവേദന ഒന്നും പറയണ്ട. അപ്പോൾ അതിന് നിൽക്കലില്ല കേട്ടോ. വിശന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ പോയിട്ട് അത് കഴിച്ച് വന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ ചെയ്യാം. ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ തിരിച്ച് ആ ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് പോയി കിട്ടും. അങ്ങനെയാണ് പിന്നെ വീട്ടിൽ ചെന്നാലുണ്ടാവുക കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ ആലോചിച്ചപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിലാകുമ്പോൾ വെള്ളം കുടിക്കും, എന്തെങ്കിലുമൊക്കെ കഴിക്കും, അല്ലെങ്കിൽ വെള്ളമെങ്കിലും കുടിക്കുമല്ലോ. ഇത് നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. മണിക്കൂറുകൾ നമുക്കിങ്ങനെ പോകില്ലേ പർച്ചേസിങ്ങിനൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ നെഹ്ദയിൽ വന്നതാണ് കേട്ടോ. നെഹ്ദയിൽ അപ്പോൾ എൻ്റെ ഷാമ്പു ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഷാമ്പുവും ഇങ്ങനെ എന്താ പറയുക, തല ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി എടുക്കാനാണ് കേട്ടോ ഷാമ്പുവും കണ്ടീഷണറും. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡോവായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഡ്രൈ ആവുന്നൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നത് കേട്ടപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ് കേട്ടോ. അതാണ് ചെറിയ ബോട്ടിൽ വാങ്ങിയത് കേട്ടോ. എന്താണ് സ്ഥിതി എന്നറിയില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ മിസ്റ്റിക്കിൽ വന്നതാണ് കേട്ടോ. നെസ്റ്റോൻ്റെ മുകളിലുള്ള മിസ്റ്റിക്കിലാണ് വന്നത്. ഇവിടെ നല്ല ഷോളുണ്ട് കേട്ടോ. നമ്മൾ ചുരിദാർ, അതായത് മഫ്ത ഷോൾ ടൈപ്പില്ല, ആ ഒരു ടൈപ്പ് ഷോള് നന്നായിട്ട് ഇങ്ങനെ തലയിൽ നിൽക്കുന്ന ആ ഒരു ടൈപ്പ്. അപ്പോൾ അത് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതും പിന്നെ 1-2 കാര്യങ്ങളൊക്കെ വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ കുറേ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സായാലും ഓർണമെൻറ്റ്സ്, ഫാൻസി അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ലത് കിട്ടുമേ.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, മച്ചു ഞങ്ങളെല്ലാവരും കൂടെ വന്ന ദിവസം അല്ല കേട്ടോ ഇത് എടുത്തത്. ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയോ എനിക്കറിയില്ല. ഞാനും പൂമോളും കൂടെ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇറങ്ങിയതാണ്. ഇങ്ങനെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും, എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും, ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരു ദിവസം അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. ഹബ്ബനെയും തനുവിനെയും മുഹമ്മദിനെയും ഒന്നും കൂട്ടിയിട്ടില്ല. അവരൊക്കെ ഏട്ടത്തിൻ്റെ അടുത്താക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും ഇറങ്ങിയതാണേ. ഇനിയിപ്പോൾ ഇതാ അവിടുന്ന് നെക്സ്റ്റോന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോവും, പൂമോള് ഓള വഴിക്ക് പോവും. അപ്പോൾ അങ്ങനെ ഓള ഒരു ഓട്ടോ കയറ്റി വിട്ടിട്ട് ഞാനും, എനിക്ക് കുറച്ച് സാധനം കൂടെ വാങ്ങാനുണ്ട്. നമ്മളെ ഫംഗ്ഷൻ്റെ അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടുത്തെ ഷാലിമാറിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഇപ്പം അങ്ങോട്ടേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൂമോള് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാ ഞാനതൊക്കെ നോക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് കേട്ടോ, ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കലാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ അന്നത്തെ ഫംഗ്ഷൻ്റെ വീഡിയോസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നോക്കട്ടെ. അപ്പോൾ ഇനി ഇതാ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തെന്നാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.